അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ 4ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന രൂപങ്ങളും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം ശരിക്ക് ശരി നൽകാം. അഥവാ ഓരോ ചോദ്യങ്ങൾക്കും 2 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ശരി ഏതാണോ അതിൽ ശരി എന്ന് അടയാളപ്പെടുത്തണം. ചോദ്യം 1. അൽ ഹുറൂഫുൽ ഖമരിയ, ഖമരിയായ അക്ഷരങ്ങൾ. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു, ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. ഇതിലേതാണ് ശരി? ആദ്യം പറഞ്ഞതാണ് ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു എന്നതാണ്. ചോദ്യം 2. അല്ലാഹു എന്ന ഇസ്മിലുള്ള ലാമിന് പറയുന്നു ലാമുൽ ജലാല. ചോദ്യം 3. റാഇൻ്റെ മഖ്റജ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊന്നുമാണ്. നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനുമാണ്. ചോദ്യം 4. ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ എല്ലാ സമയത്തും ഉച്ചരിക്കേണ്ടത് തഫ്ഖീമായിട്ടാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ എല്ലാ സമയത്തും ഉച്ചരിക്കേണ്ടത് തഫ്ഖീമായിട്ടാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ എല്ലാ സമയത്തും ഉച്ചരിക്കേണ്ടത് തഫ്ഖീമായിട്ടാണ്. ചോദ്യം 5. വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഖീം എന്ന് പറയുന്നത്. ചോദ്യം 6. നാവിൻ്റെ ഗതി താഴൽ കൊണ്ട് തർക്കീക്ക് ഉണ്ടാകും. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. റാഇനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ 2 എഴുതുക. ഉത്തരം: റാഇൻ്റെ ഹർക്കത്ത് ഫത്ഹോ ലമ്മോ ആവുക. 2. റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിന് ഫത്ഹോ ലമ്മോ ആവുക. 3. റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കസ്ർ ആരിദ് അഥവാ തൽക്കാലം ആവുക. അല്ലെങ്കിൽ റാഇൻ്റെ മുമ്പുള്ള കസ്ർ മറ്റൊരു പദത്തിലാവുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. ചോദ്യം 2. റാഇനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ. ഉത്തരം: 1. റാഇൻ്റെ ഹർക്കത്ത് കസ്റാവുക. 2. റാഇന് സുക്കൂനും റാഇൻ്റെ മുമ്പ് അസ്ലിയായ കസ്ർ വരികയും റാഇൻ്റെ ശേഷം ഇസ്തിഅലാഇൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക. 3. സുക്കൂനുള്ള റാഇൻ്റെ മുമ്പ് സുക്കൂനായ യാ വരിക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം വേർതിരിക്കാം എന്നതാണ്. ഇവിടെ തഫ്ഖീമും തർക്കീക്കും വേർതിരിക്കണം. ഓരോ ഉദാഹരണങ്ങളിൽ ഏത് ഉദാഹരണങ്ങളിൽ തഫ്ഖീമുണ്ട്, ഏത് ഉദാഹരണങ്ങളിൽ തർക്കീക്കുണ്ട് എന്ന് വേർതിരിച്ച് എഴുതുക. നമുക്ക് നോക്കാം. ഈ ഉദാഹരണങ്ങളിൽ തഫ്ഖീമായി വന്നത് വ അർസല അലൈഹിം ഖറിയത്തുൻ ഫഅല റബ്ബുക എന്നതാണ്. തർക്കീക്കായി വന്നത് ഫിർഔന ഫകൈഫ കാന നകീർ മിൻ ശർരി മാ ഖലഖ് എന്നതാണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ഇമാലത്തി എന്നാൽ യകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. ചോദ്യം 2. ലാമുൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് കസ്റാണെങ്കിൽ ലാമിനെ തർക്കീക്കാക്കുന്നു. ചോദ്യം 3. ലാമുൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ തഫ്ഖീമാക്കുന്നു. ചോദ്യം 4. വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഹർഫുൽ ലീൻ എന്ന് പറയും.
ചോദ്യം 5, ഹിജായിയായ ഹർഫിലാണ് സുക്കൂന് വന്നതെങ്കിൽ ആ മദ്ദിന് ലാസിം ഹർഫി മുഖഫഫ് എന്ന് പറയും. ചോദ്യം 6, യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂന എന്നതിലെ സുക്കൂനുള്ള മീമിനെ ശ്രദ്ധാപൂർവം വ്യക്തമാക്കണം. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, ചില അക്ഷരങ്ങളെ ശംസിയായ അക്ഷരമെന്ന് പറയുന്നു, എന്തുകൊണ്ട്? ഉത്തരം, സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ അക്ഷരങ്ങളുടെ മുമ്പ് വന്ന ലാമിനെ കാണുകയില്ല. അതാണ് ഇവകൾക്ക് ശംസിയ എന്ന് പറയാൻ കാരണം. ചോദ്യം 2, ഖുർആനിൽ ഇമാലത്ത് ചെയ്യേണ്ട ആയത്തുള്ള സൂറത്ത് ഏത്? ഉത്തരം, ഹൂദ് സൂറത്തിലാണ്. സൂറത്ത് ഹൂദ്. ചോദ്യം 3, ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം എന്നതിൽ തഫ്ഖീമും തർഖീക്കും ജായിസാകും, എന്തുകൊണ്ട്? ഉത്തരം, ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫിന് കസ്റായതാണ് കാരണം. ചോദ്യം 4, ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഉത്തരം, സ്വദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക. ചോദ്യം 5, സാക്കിനായ മീമിൻ്റെ വിധികൾ ഏതെല്ലാം? ഉത്തരം, ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം ഓരോ ഉദാഹരണം എഴുതാം എന്നതാണ്. ചോദ്യം 1, ഇദ്ഗാമുൽ മുത്തമാസിലൈൻ, അതിൻ്റെ ഒരു ഉദാഹരണം. ഇദ്രിബ് ബിഅസ്വാക ഫമാ റബിഹത് തിജാറതുഹും വഖദ് ദഖലു ഇന്നശ. ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതുക. ചോദ്യം 2, ഇദ്ഗാമുൽ മുതജാനിസൈൻ, ഉദാഹരണം. ഇർകബ് മഅനാ അസ്ഖലത് ദഅവല്ലാഹ് വഖാലത് ത്വായിഫത്തുൻ ഖദ് തബയ്യന. ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക. ചോദ്യം 3, ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ, ഉദാഹരണം. ബർ റബ്ബുക്കും അലം നഖ്ലുക്കും. ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക. ചോദ്യം 4, അസ്ലിയായ മദ്, അതിൻ്റെ ഉദാഹരണം. ഖാല, ഖീല, ഖൂലു, ഹാറൂൻ, മൂസ, റഹീമ. ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക. ചോദ്യം 5, മദ് മുൻഫസിൽ, അതിൻ്റെ ഉദാഹരണം. കല്ല ഇന്നഹാ തദ്കിറ ഇന്നി അഖാഫു അലൈക്കും വലാ തുജാദിലൂ അഹ്ലൽ കിതാബ്. ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതുക. നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.